ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നോക്കാം. നമുക്ക് ഏതാണ്ട് ഒരു ബേസിക് ഐഡിയ വേരിയബിൾസിനെ കുറിച്ചുണ്ട്. സംതിങ് വിച്ച് വേരി എന്നാണ് നമ്മളതിന് കൊടുത്ത ഒരു ഡെഫിനിഷൻ. അതും നമ്മൾ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേരിയബിൾ ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് വേരീസ്. ഇറ്റ് മേ ചേഞ്ച് ഫ്രം ഗ്രൂപ്പ് ടു ഗ്രൂപ്പ്, പേഴ്സൺ ടു പേഴ്സൺ, or within one person over a time. കുട്ടികൾ പരസ്പരം ഒരു കുട്ടിയിൽ തന്നെ കുറേ കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിൽ, ഇങ്ങനെയൊക്കെ വേരി ചെയ്ത് വരുന്ന, മെഷർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് വേരിയബിൾസ് പറയുന്നത്. വേരിയബിളിനെ കുറിച്ച് ക്രസ്വെൽ കൊടുത്തിട്ടുള്ള ഒരു ചിത്രീകരണമാണ് നമ്മളിവിടെ കാണുന്നത്. വേരിയബിൾ ക്യാൻ ബി മെഷേർഡ് ആൻഡ് ഇറ്റ് വേരീസ് എമംഗ് ഇൻഡിവിജ്വൽസ്. ഇവിടെ ഇൻഡിവിജ്വൽസിനെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പൊന്നും പറഞ്ഞില്ല, ബട്ട് ആക്ച്വലി അതുകൂടിയുണ്ട്. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നതിന് മറ്റൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള വായിക്കുക. എ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ആട്രിബ്യൂട്ട് ക്യാൻ ബി മെഷേർഡ് ആൻഡ് വേരീസ്. മെഷേർഡ് എന്ന് പറയുമ്പോൾ ക്യാൻ ബി അസസ്ഡ് ഓൺ എൻ ഇൻസ്ട്രുമെൻറ്റ് ഓർ ഒബ്സർവ്ഡ് ഓർ റെക്കോർഡഡ് ഓൺ എൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റണം. ആൻഡ് വേരീസ് എന്ന് പറഞ്ഞാൽ അസ്യൂം ഡിഫറെൻറ്റ് വാല്യൂസ്. പല സമയത്ത് പല വാല്യൂസ് അത് അസ്യൂം ചെയ്യണം. ഓക്കെ. ദെൻ ജെൻഡർ എന്ന് പറയുന്നതിന് രണ്ട് വേരിയബിൾ ഉണ്ട്. രണ്ടിലധികം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജനറലി പറയുകയാണ്, രണ്ട് വേരിയബിൾ ഉണ്ട്, മെയിൽ ഫീമെയിൽ. ഓക്കെ, പോസിബിൾ. അപ്പോൾ നമ്മൾ ഒരു സ്കോർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സ്കോർ കൊടുക്കാൻ പറ്റും. രണ്ടിലധികം സ്കോർ കൊടുക്കാൻ ഇപ്പോൾ സ്കോപ്പുണ്ട്. സെൽഫ് എസ്റ്റീം 3 പോസിബിൾ സ്കോർ പറയണം. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ലാത്ത ന്യൂട്രൽ, നെഗറ്റീവ്. അപ്പോൾ സെൽഫ് എസ്റ്റീമിന് അവിടെ മൂന്ന് പൊസിഷൻ പറയും. ദെൻ നമുക്ക് വേരിയബിളിന് പറയുന്ന മറ്റൊരു കാറ്റഗറൈസേഷനാണ് കാറ്റഗറിക്കൽ വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും. കാറ്റഗറിക്കൽ വേരിയബിൾ എന്ന് വെച്ചാൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റും ഒന്ന് നോമിനൽ. ഡിസ്ക്രീറ്റ് ഓർ നോമിനൽ, ആ കാറ്റഗറീസിന് വിളിക്കുന്ന പേരാണ്. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നോമിനൽ വേരിയബിൾ എന്ന് വിളിക്കും. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ ഒരു ഇൻ്റർവെൽ ആയിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ റേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സ്കെയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ്. അപ്പോൾ കാറ്റഗറിക്കൽ വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും. കാറ്റഗറിക്കൽ വേരിയബിളിന് നമുക്ക് നോമിനൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് എന്ന് പറയും. മറ്റേത് ഓർഡിനൽ ഇൻ്റർവെൽ റേഷ്യോ. അതൊക്കെ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ മൊത്തം അതിൽ ഇൻ്റർവെല്ലും റേഷ്യോമാണ് കണ്ടിന്യൂസ്. ഇൻ്റർവെല്ലും റേഷ്യോ. ഓർഡിനൽ എന്ന് പറയുന്നത് റാങ്ക് ചെയ്തെടുക്കുന്നതും ഒരു കാറ്റഗറിയാണ്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇവിടെ നോക്കുക, നമ്മൾ ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിക്കൽ വേരിയബിളിന് എക്സാമ്പിളാണ്. ഇതിലേക്ക് തന്നെയാണ് ശരിക്കും ഓർഡിനലും വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡാറ്റ സ്ട്രക്ചർ പറയുമ്പോഴും ഇത് പറയും. റാങ്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ റാങ്കിങ് ആണെന്ന് പറയും. ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോമിനൽ എന്ന് പറയുന്നത് നമ്മൾ നെയിം കൊടുക്കുക. ഇപ്പോൾ മെയിൽ ഫീമെയിൽ നമ്മൾ 2 നെയിം കൊടുക്കുന്നത് നോമിനലാണ്. ഓക്കെ. ദെൻ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ല് റേഷ്യോ, സ്കെയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റേഷ്യോ. ഈ 2 ഡാറ്റ നമുക്ക് കണ്ടിന്യൂസ് ഡാറ്റയിലേക്കാണ് പറയാം. ഓക്കെ. നൗ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ്. ദെൻ വേരിയബിളും അതേപോലെ തന്നെ സാദൃശ്യമുള്ള ഒന്നാണ് കൺസ്ട്രക്റ്റ്. വേറെ ഒരെണ്ണം കൂടി വേണമെങ്കിൽ പറയാം, ഓപ്പറേഷണൽ ഡെഫിനിഷൻ. ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയണം. വേരിയബിൾ, കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക, ഹോളിസ്റ്റിക് ആയിട്ടുള്ള, ബ്രോഡായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതൊരു ആട്രിബ്യൂട്ട് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്, കുറച്ചുകൂടി അബ്സ്ട്രാക്റ്റാണ്, ജനറലാണ്. മേ നോട്ട് ബി ഡയറക്റ്റ്ലി മെഷേർഡ്, നമുക്ക് നേരിട്ട് മെഷർ ചെയ്തെടുക്കാൻ കഴിയാത്ത അങ്ങനെ ഒരു കാര്യത്തെയാണ് നമ്മൾ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ വേരിയബിൾ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി സ്പെസിഫിക്കാണ്.
ഇവിടെ കുറച്ചുകൂടി ജനറലാണ്, അല്ലെങ്കിൽ ഹോളാണ്, ബ്രോഡറാണ്. ഇവിടെ കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. ക്യാൻ ബി മോർ ഡയറക്റ്റ്ലി മെഷേർഡ് ഓർ ഒബ്സർവബിൾ ആണ് വേരിയബിൾ. ഓക്കെ, ഈ വേരിയബിളിനെ എങ്ങനെ മെഷർ ചെയ്തെടുക്കാമെന്ന് നമ്മൾ ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റാണ്. അച്ചീവ്മെൻറ്റ് കുറച്ചുകൂടി ബ്രോഡർ ടേമാണ്. ഈ അച്ചീവ്മെൻറ്റ് ഒരാൾക്ക് എത്രയുണ്ട് എത്രയില്ല എന്ന് നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ബ്രെയിനിനുള്ളിൽ അയാളുടെ മെമ്മറിയിലുള്ള അച്ചീവ്മെൻറ്റ് മുഴുവൻ നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്തെടുക്കാൻ കഴിയില്ല. അതിന് നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് സ്കോർ കിട്ടും. സ്കോർ എന്ന് പറയുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് വേരിയബിളാണ്. അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റ്. ഇൻ്റലിജൻസ് പറയുന്നത് കൺസ്ട്രക്റ്റാണ്. ഇൻ്റലിജൻസ് ടെസ്റ്റ് സ്കോർ എന്ന് പറയുമ്പോൾ അത് വേരിയബിളായി മാറും. പക്ഷെ നമുക്ക് ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺസ്ട്രക്റ്റിനെ വേരിയബിളാക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ മൈ സ്റ്റഡി അച്ചീവ്മെൻറ്റ് ഈസ് ദ, ഞാൻ പറയുന്നത് ഐ മെൻഷൻ അച്ചീവ്മെൻറ്റ് ആസ് എ ടെസ്റ്റ് സ്കോർ ഒബ്റ്റെയിൻഡ് ഇൻ ദ സ്റ്റാൻഡർഡൈസ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്റ്റഡ് ഓർ പ്രിപ്പയർഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ. ഈ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്കോറിനെയാണ് ഞാൻ അച്ചീവ്മെൻ്റ് എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ ഓപ്പറേഷനിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആ കൺസ്ട്രക്റ്റിനെ നമുക്ക് വേരിയബിളാക്കി മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് കൺസ്ട്രക്റ്റ് ഈസ് കൺസ്ട്രക്റ്റ്, അച്ചീവ്മെൻറ്റ് ഈസ് അച്ചീവ്മെൻറ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് സ്കോർ ഈസ് വേരിയബിൾ, അങ്ങനെയാണ് കിടക്കുക. അപ്പോൾ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഇൻ്റർചേഞ്ച് അല്ല, നമുക്ക് വേണ്ടത് ആക്ച്വലി വേരിയബിളാണ്. ഒരു റിസർച്ചിൽ എപ്പോഴും നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതും ഒബ്ജക്റ്റീവ്സിലൊക്കെ പറയേണ്ടതും വേരിയബിളിനെ കുറിച്ചാണ്. ഹൈപ്പോത്തസിസിലൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടത്, ടൈറ്റിലിൽ മെൻഷൻ ചെയ്യേണ്ടതൊക്കെ വേരിയബിളാണ്, നോട്ട് ദ കൺസ്ട്രക്റ്റ്. പക്ഷേ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അച്ചീവ്മെൻറ്റ് ആൻഡ് ഇൻ്റലിജൻസ് എമംഗ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിനെ പറയും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്കോഴ്സ് ഓഫ് അച്ചീവ്മെൻറ്റ് വിത്ത് ഇൻ്റലിജൻസ് ടെസ്റ്റ് സ്കോഴ്സ് എമംഗ് സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പറഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ. അതാണ് അവിടെ വേരിയബിൾ. ആ വേരിയബിൾ അവിടെ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് സ്കോറും ഇൻ്റലിജൻസ് ടെസ്റ്റ് സ്കോറുമാണ്. അപ്പോൾ ഓരോന്നിൻ്റെ കൂടെയും ഇൻ്റലിജൻസ് ടെസ്റ്റ് സ്കോർ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് സ്കോർ എന്ന് ചേർക്കേണ്ടി വരും. ആ ചേർക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഓപ്പറേഷനിൽ ഡിഫൈൻ ചെയ്യാം. ഇൻ മൈ സ്റ്റഡി achievement is denoted as the test score obtained in the standardized test constructed by the investigator. അതേപോലെ ഇൻ്റലിജൻസിനെ കുറിച്ച് നമുക്കൊരു ഡെഫിനേഷൻ കൊടുക്കാം. ഇൻ്റലിജൻസ് ഡിനോട്ട്സ് ദ ഇൻ്റലിജൻസ് മീൻസ് ഇറ്റ് ഈസ് ദ സ്കോർ ഒബ്റ്റൈൻഡ് ഇൻ ദ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് അത് ഡിഫൈൻ ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ സ്റ്റുഡൻറ്റ് അച്ചീവ്മെൻറ്റ് ഈസ് എ കൺസെപ്റ്റ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ടേം ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ഓർ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് സ്കോർ. ഇത് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുന്നത് ക്രസ്വെല്ലിൻ്റെ ഒരു പ്രയോഗമാണ് കേട്ടോ. അവിടെ US-ലുള്ളൊരു പ്രയോഗമായിരിക്കും ഗ്രേഡ് പോയിൻ്റ് ആവറേജ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി പറയാം അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് സ്കോർ ഈസ് എ വേരിയബിൾ. ദെൻ ദർ ആർ ഡിഫറെൻറ്റ് അതർ ടൈപ്സ് ഓഫ് വേരിയബിൾസ്. നമുക്ക് കുറച്ചധികം വേരിയബിൾസ് കാണാം. അവിടെ അദ്ദേഹം ക്രസ്വെൽ എന്നതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഫാമിലി ഓഫ് വേരിയബിൾസ് എന്നാണ്. അതിൽ ഇത് കോസും അതിൻ്റെ ഇഫക്റ്റും ആയിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയിൽ എഴുതുമ്പോഴാണ് നമ്മളിത് പറയാം. ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയിൽ നമ്മൾ ഒരു കോസും ഇഫക്റ്റുമായിട്ടുള്ള ബന്ധം കണ്ടെത്താനുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യും. അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലേണിംഗ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ അച്ചീവ്മെൻറ്റ് കൂടുന്നുണ്ടോ? അപ്പോൾ അവിടെ ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അച്ചീവ്മെൻറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ലേണിംഗ് മെത്തേഡ്. അങ്ങനെ അച്ചീവ്മെൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ലേണിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നു. ആ ലേണിംഗ് മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് അച്ചീവ്മെൻറ്റിന് എന്ത് സ്കോർ വ്യത്യാസം ഉണ്ടാവുന്നു നോക്കുന്നു. ഇങ്ങനെ നോക്കുന്ന ഈ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് കോസ് ഇഫക്റ്റ് റിലേഷൻ. ഇതിൽ ഈ ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതിന് മറ്റൊരു പേരാണ് ട്രീറ്റ്മെൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ മെഷേർഡ് വേരിയബിൾ എന്നൊക്കെ അതിന് പേര് കൊടുക്കുന്നു. അത് ഇഫക്റ്റ് ചെയ്യുന്നത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് സ്കോറിനെയാണ്. അതിനെ
ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നു. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ അച്ചീവ്മെൻറ്റ് ലേണിംഗ് മെത്തേഡ് കൊടുക്കുമ്പോൾ ലേണിംഗ് മെത്തേഡിൻ്റെ കൂടെ മറ്റു ചില വേരിയബിൾ കൂടി ഇടയ്ക്ക് കയറി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലേണിംഗ് മെത്തേഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡിസ്കഷൻ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് മെത്തേഡ്, ഇങ്ങനെ നമ്മൾ മെത്തേഡിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ക്ലാസ്സിൻ്റെ എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ട്. അവിടെ ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ആ ക്ലാസ്സിലെ ഫിസിക്കൽ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്, ടീച്ചറുടെ പേഴ്സണാലിറ്റി ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ചിലപ്പോൾ അച്ചീവ്മെൻറ്റിനെ ബാധിക്കാം. കുട്ടിയുടെ ഇൻ്റലിജൻസ് ഉണ്ട്, ഇത് ചിലപ്പോൾ അച്ചീവ്മെൻറ്റിനെ ബാധിക്കാം. അങ്ങനെ ബാധിക്കുന്ന കുറച്ച് എലമെൻറ്റ്സ് കടന്നു വരും. അതിനെയാണ് ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് നമ്മൾ പറയും. അപ്പോൾ അത്തരം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾസ്, അതിൽ കുറേ എണ്ണമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 ഗ്രൂപ്പ് ആയിട്ട് മാറ്റും. ഒന്ന് കൺട്രോൾ ഗ്രൂപ്പ്, ഒന്ന് എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് സിമിലർ ഇൻ്റലിജൻസ് ഉള്ള 2 കാറ്റഗറി കുട്ടികൾ, ഓൾമോസ്റ്റ് സിമിലർ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഉള്ള 2 ക്ലാസ്സുകൾ, ഓൾമോസ്റ്റ് സെയിം എന്താ പറയുക ലേണിംഗ് മെത്തേഡ്സ് അല്ല. നമ്മൾ ലേണിംഗ് മെത്തേഡ് മാത്രം നമ്മളവിടെ മാറ്റും. ലേണിംഗ് മെത്തേഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മുടെ സ്റ്റഡി ചെയ്യുന്ന ICT ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് ഓർ നമ്മൾ എന്താണോ പുതിയത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലേണിംഗ് മെത്തേഡ്, ആ ലേണിംഗ് മെത്തേഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ കൊടുക്കുമ്പോൾ കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മൾ കൺവെൻഷണൽ ലേണിംഗ് മെത്തേഡ് തന്നെ കൊടുക്കും. 2ലും ഒരേ ടീച്ചർ ക്ലാസ് എടുക്കും. അപ്പോൾ ടീച്ചർ വേരിയബിളും കൂടി അവിടെ കൺട്രോൾ ആവും. അങ്ങനെ കുറേ വേരിയബിൾസും കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ഒരേപോലെ കോൺസ്റ്റൻ്റായിട്ട് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലും കൺട്രോൾ ഗ്രൂപ്പിലും കൺട്രോൾ ചെയ്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനത്തെ വേരിയബിളുകളെയാണ് നമ്മൾ കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ അഗെയിൻ 2 more വേരിയബിൾസ് ആർ ദർ, മോഡറേറ്റിംഗ് വേരിയബിൾ ആൻഡ് കൺഫൗണ്ടിങ് വേരിയബിൾ. നമുക്ക് കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത, നിയന്ത്രിക്കാൻ പറ്റാത്ത ചില വേരിയബിൾ കൂടി നമ്മുടെ സ്റ്റഡിയെ ബാധിക്കാം. അത്തരം കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. എന്താണ് ഓരോ കാര്യങ്ങൾ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിലിപ്പോൾ ആദ്യം പറഞ്ഞത് ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇതിന് മറ്റൊരു പേരാണ് ഔട്ട്കം വേരിയബിൾ ഓർ ഇഫക്റ്റ് വേരിയബിൾ ഓർ ക്രൈറ്റീരിയൻ വേരിയബിൾ ഓർ കോൺസിക്വൻസ് വേരിയബിൾ എന്നൊക്കെ പേര് നമ്മൾ പറയും. നമ്മളൊരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന, അതുകൊണ്ട് മാറ്റമുണ്ടാവുന്ന, നമ്മുടെ സ്റ്റഡി വേരിയബിൾ കൊണ്ട് ഇഫക്റ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഇഫക്റ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നൊക്കെ പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വെച്ചാൽ നമ്മളവിടെ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമ്മളതോട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന വേരിയബിൾ. അത് കൊടുക്കുമ്പോൾ എന്താണ് ഇഫക്റ്റ്, ലേണിംഗ് മെത്തേഡ് മാറ്റുമ്പോൾ എന്താണ് ഇഫക്റ്റ്, മരുന്ന് കൊടുക്കുമ്പോൾ പനിക്ക് എന്താണ് മാറ്റം. അപ്പോൾ മരുന്ന് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ടെമ്പറേച്ചർ, പനിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റ് എടുക്കുമ്പോഴും ഏതാണ് ഇൻഡിപെൻഡൻറ്റ് ഏതാണ് ഡിപ്പെൻഡൻറ്റ് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ ഇതിന് മറ്റു ചില പേരുകളുണ്ട്: ഫാക്ടേഴ്സ്, ട്രീറ്റ്മെൻറ്റ്, പ്രെഡിക്റ്റേഴ്സ്, ഡിറ്റർമിനൻറ്റ്സ് ഓർ ആൻറ്റിസിഡൻറ്റ് വേരിയബിൾസ് എന്നൊക്കെ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് പേര് പറയും. Then 4 types of independent variables are there. 4 തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഒന്ന് മെഷേർഡ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അത് നമുക്ക് മെഷർ ചെയ്ത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്റ്റഡി, അതാണ് മെഷേർഡ് വേരിയബിൾ. ദെൻ ഇതും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, കൺട്രോൾ വേരിയബിൾ. A special type of independent variable that is a secondary interest and is neutralized through statistical or design procedure. നമ്മളത് ശരിക്കും സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൺട്രോൾ ഗ്രൂപ്പിലും എക്സ്ട്രീം ഗ്രൂപ്പിലും ഒരേപോലെ വരണം, നിയന്ത്രിക്കപ്പെടണം എന്ന് ഉദ്ദേശിക്കുന്ന വേരിയബിളുകളാണ് കൺട്രോൾ വേരിയബിൾ. കൺട്രോൾ വേരിയബിളിനെ അല്ലെങ്കിൽ വേരിയബിളിനെ കൺട്രോൾ ചെയ്യുന്ന 2 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഒന്നെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി കൺട്രോൾ ചെയ്യാം, അൻകോവ എന്നൊക്കെ പറയുന്ന ചില മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, നോൺ ഈക്വലൻ്റ് ഡിസൈനിന് പകരം ഈക്വലൻ്റ് ഡിസൈൻ, കൺട്രോൾ ഗ്രൂപ്പ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഈക്വലൻ്റ് ഡിസൈൻ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാം. പക്ഷേ ഈക്വലൻ്റ് ഡിസൈൻ ഒരു എഡ്യൂക്കേഷൻ സെറ്റപ്പിൽ ചിലപ്പോൾ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാവും. ദെൻ മെഷേർഡ് വേരിയബിൾ കൂടാതെ ഇത് ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മെഷർ ചെയ്തെടുക്കുന്നത്. ദെൻ ട്രീറ്റ്മെൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാനിപ്പുലേറ്റഡ് ബൈ ദ റിസർച്ചർ. ഇവിടെ നമ്മൾ റിസർച്ച് അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല, അത് മെഷർ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അത് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ദെൻ മോഡറേറ്റിംഗ് വേരിയബിൾ, അഗെയിൻ ഇറ്റ്സ് എ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ഈസ് സെക്കൻഡറി ഇൻട്രസ്റ്റ്.
നമുക്ക് അഗെയിൻ നമ്മുടെ സ്റ്റഡിയുടെ മെയിൻ ഇൻട്രസ്റ്റിൽ വരുന്നില്ല. പക്ഷേ കമ്പൈൻ വിത്ത് അതർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ടു ഇൻഫ്ലുവൻസ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ ചിലപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ കൂടെ നമ്മൾ ഈ മോഡറേറ്റിംഗ് വേരിയബിൾ കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ഇഫക്റ്റാണ് ഉണ്ടാകുന്നത്, എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്, വാട്ട് ഈസ് ദ ഇൻറ്ററാക്റ്റീവ് ഇഫക്റ്റ് ഓഫ് ടീച്ചേഴ്സ് പേഴ്സണാലിറ്റി വിത്ത് ലേണിംഗ് മെത്തേഡ് ഓൺ ദി അച്ചീവ്മെൻറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ടീച്ചറുടെ പേഴ്സണാലിറ്റി വേരിയബിൾ എങ്ങനെയാണ് ഈ ലേണിംഗ് മെത്തേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമ്മളവിടെ സ്റ്റഡി ചെയ്യുന്നു. ദെൻ ഇതിലിപ്പോൾ നമ്മൾ ഒന്നുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. മെഷേർഡ് വേരിയബിൾ എന്താണ്? മെഷേർഡ് വേരിയബിൾ ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് ബൈ ദി റിസർച്ചർ ആൻഡ് കൺസിസ്റ്റ് ഓഫ് എ റേഞ്ച് ഓഫ് കണ്ടിന്യൂസ് ഓർ കാറ്റഗറിക്കൽ സ്കോർ. ഇവിടെ നമ്മൾ നോക്കുക, കണ്ടിന്യൂസ് സ്കോർ ആവാം അല്ലെങ്കിൽ കാറ്റഗറിക്കൽ സ്കോർ ആവാം. ഇതെന്താ വ്യത്യാസം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലും റേഷ്യോയും, കാറ്റഗറിക്കൽ എന്ന് പറഞ്ഞാൽ നോമിനലും ഓർഡിനലും. ദെൻ കൺട്രോൾ വേരിയബിൾ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തെടുക്കാൻ നോക്കുന്നു. ഈ ന്യൂട്രലൈസ് എടുത്തിട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഇതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് മാത്രമാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടുള്ളൂ. മറ്റേതിൻ്റെ ഇഫക്റ്റുകളൊക്കെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണം. അങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിലും എക്സ്ട്രീം ഗ്രൂപ്പിലും ഒരുപോലെ നിലനിർത്തുന്ന വേരിയബിളുകളാണ് കൺട്രോൾ വേരിയബിളുകൾ. അത് ഒന്നുകിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2 ഗ്രൂപ്പ് കുട്ടികളിലാണ് സ്റ്റഡി ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് കുട്ടികളെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്നും മറ്റേ ഗ്രൂപ്പിന് എക്സ്ട്രീം ഗ്രൂപ്പ് നമ്മൾ പറയുന്നു. ഇവരുടെ ലേണിംഗ് മെത്തേഡിലുള്ള വ്യത്യാസം അനുസരിച്ച് അച്ചീവ്മെൻറ്റിലെ സ്കോർ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുമ്പോൾ അവരുടെ ഇൻ്റലിജൻസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഇൻ്റലിജൻസ് അവിടെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് അതിനെ കൺട്രോൾ ചെയ്തെന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 ഗ്രൂപ്പിൻ്റെയും ആവറേജ് ഇൻ്റലിജൻസ് ഈക്വേറ്റ് ചെയ്യണം. പക്ഷേ ഒരു സ്കൂളിൻ്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ 2 ക്ലാസ്സിലെ കുട്ടികളുടെ ഇൻ്റലിജൻസ് മെഷർ ചെയ്തിട്ട് അവരുടെ ആവറേജ് ആക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഷഫിൾ ചെയ്യാനൊന്നും അവിടെ സമ്മതിച്ചു എന്ന് വരില്ല. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻ്റലിജൻസ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അനാലിസിസ് ഓഫ് കോവേരിയൻസ് അൻകോവ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കലി, അപ്പോൾ അവിടെ ഇൻ്റലിജൻസ് സ്കോറിൻ്റെ ഇഫക്റ്റ് നമ്മളവിടെ അതിനെ കോവേരിയേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ ഇഫക്റ്റ് ഈ എന്താ പറയുക, പോസ്റ്റ് ടെസ്റ്റ് സ്കോറിൽ അഥവാ നമുക്ക് മെഷർ ചെയ്തെടുക്കുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ സ്കോറിൽ നമ്മളതിൻ്റെ ഈ ഇൻ്റലിജൻസിൻ്റെ ഇഫക്റ്റ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് മാറ്റുന്നു. ദെൻ ടിപ്പിക്കലി കൺട്രോൾ വേരിയബിൾസ് ആർ പേഴ്സണൽ വേരിയബിളാണ് ഞാനിപ്പോൾ പറഞ്ഞ ഇൻ്റലിജൻസ്. പിന്നെ മറ്റ് ഡെമോഗ്രാഫിക് വേരിയബിൾസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, മെയിൽ ഫീമെയിൽ, റൂറൽ അർബൻ, അങ്ങനെയുള്ള ക്വാളിറ്റിയൊക്കെ 2 ഗ്രൂപ്പിലും ഒരുപോലെ വരണം. അപ്പോൾ ജെൻഡർ വരാം, ഈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വരാം, ഇൻ്റലിജൻസ് വരാം, റേസ് വരാം. ഓക്കെ, ദീസ് വേരിയബിൾസ് ആർ ടിപ്പിക്കലി കൺട്രോൾഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ. സാധാരണഗതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റൂ, സ്റ്റാറ്റിസ്റ്റിക്കലിയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ഈക്വൽ ഇൻ്റലിജൻസുള്ള 2 ഗ്രൂപ്പ് കുട്ടികളെ കിട്ടൽ പോസിബിൾ അല്ല എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ 2 ഒരേ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ കുട്ടികളെ എടുത്തിട്ട് 2 ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ എൻ ഓർഡിനറി ക്ലാസ് റൂം. ദെൻ ട്രീറ്റ്മെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന വേരിയബിൾ. അത് ട്രീറ്റ്മെൻറ്റ് വേരിയബിൾ ഇസ് മെഷർഡ് ഇൻ കാറ്റഗറീസ്, റിസീവ്ഡ് ഓർ ഡിനൈഡ് ആക്ടിവിറ്റീസ്. നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ, ഇസ് ഇറ്റ് പ്രൊവൈഡഡ് ഓർ നോട്ട്, അതിൻ്റെ ഇഫക്റ്റാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇൻ ലിറ്ററേച്ചർ യു വിൽ ഫൈൻഡ് ദീസ് വേരിയബിൾസ് ലേബിൾഡ് ആസ് മാനിപ്പുലേറ്റഡ് വേരിയബിൾ. എന്നുവെച്ചാൽ എക്സ്പെരിമെൻറ്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിൾ. ഓർ വേരിയബിൾസ് വിത്ത് ലെവൽസ്, നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് കൊടുക്കുന്നു, ലോ ലെവൽ, ഹൈ ലെവൽ, മോഡറേറ്റ് ലെവൽ എന്ന രീതിയിൽ ഡിഫറെൻറ്റ് ലെവൽസ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് വേരിയബിളിനെ ലിറ്ററേച്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാറുണ്ട്. Then moderating variables are new variables constructed by the researcher by taking one variable times another to determine the joint impact of both variables together. ഞാൻ നേരത്തെ ടീച്ചറുടെ personality factor together with the learning method, how influence that, what is the interactive effect of the എന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആ ഇൻറ്ററാക്ഷൻ എടുക്കുന്ന ആ വേരിയബിളിനെ നമ്മൾ എക്സ്പെരിമെൻറ്റർ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ആഡ് ചെയ്ത ആ പുതിയ വേരിയബിളിനെയാണ് നമ്മളിവിടെ മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് ഈസ് കോൾഡ് ഇൻറ്ററാക്ഷൻ ഇഫക്റ്റ്. ഓക്കെ,
അപ്പോൾ മറ്റൊരു കാര്യം കൂടി, ടീച്ചറുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ലേണിംഗ് മെത്തേഡിനെ ഇൻറ്ററാക്റ്റ് ചെയ്ത് അച്ചീവ്മെൻറ്റ് കൂടാനോ കുറയ്ക്കാനോ സഹായിച്ചത്. ദെൻ ഇൻ്റർവീനിങ് വേരിയബിൾ, അത് സ്റ്റാൻഡ് ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് ഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുന്ന വേരിയബിളാണ് ഇൻ്റർവീനിങ് വേരിയബിൾ. ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇത് ഡിപെൻഡൻറ്റ് വേരിയബിൾ, അതിനിടയിൽ വന്ന് നിൽക്കുന്ന ഈ വേരിയബിളാണ് ഇൻ്റർവീനിങ് വേരിയബിൾ. ആ ഇൻ്റർവീനിങ് വേരിയബിൾ എങ്ങനെ നമ്മുടെ സ്റ്റഡിയെ ബാധിക്കുമെന്ന് നോക്കാം. സ്റ്റാൻഡ് ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എക്സസൈസസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മീതെ എന്തോ ഒരു ഇൻഫ്ലുവൻസ് അത് ഉണ്ടാക്കും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല ആക്ച്വലി ആ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്, പകരം മോഡറേറ്റ് ഇൻ്റർവീനിങ് വേരിയബിളാണ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇഫക്റ്റിനെ ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും, ഒന്ന് മീഡിയേറ്റ് ചെയ്യും. അങ്ങനെ വരുന്നതുകൊണ്ടാണ് അതിനെ മീഡിയേറ്റിംഗ് വേരിയബിൾ എന്നുള്ള പേര് കൂടി അറിയപ്പെടുന്നത്. ദെൻ ഇൻ്റർവീനിങ് വേരിയബിൾ സ്റ്റാൻഡ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കാം. ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇത് ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുള്ളത് നോക്കാം. കൺവീനിയൻറ്റ് ഓഫീസ് അവേഴ്സ് ഫോർ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് സ്കൂളിൽ കോളേജിൽ വന്ന് പഠിക്കാൻ പറ്റിയ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം. സ്റ്റുഡൻസ് സീക്സ് ഹെൽപ്പ് ഫ്രം ഫാക്കൽറ്റി. അപ്പോൾ ഇവിടെ സമയം കൊടുക്കുമ്പോൾ ഫാക്കൽറ്റിയുടെ അടുത്തുനിന്ന് സഹായം തേടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഇൻ്റർവീനിങ് വേരിയബിളായിട്ട് കുട്ടികൾ റിസ്ക് എടുക്കാൻ വില്ലിങ് ആണോ അല്ലയോ എന്നുള്ളൊരു ഇൻ്റർവീനിങ് വേരിയബിൾ വന്നു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ റിസ്ക് എടുക്കുന്ന കുട്ടികളും റിസ്ക് എടുക്കാത്ത കുട്ടികളും. അപ്പോൾ ഇവിടെ കുട്ടികളുടെ കൺവീനിയൻ്റ് അവേഴ്സിന് മുഴുവൻ ഫാക്കൽറ്റി ഇവിടെ ഉണ്ട്. ഫാക്കൽറ്റി അവിടെ ഉള്ളതിൻ്റെ അതേ സമയം തന്നെ ഈ കുട്ടികൾക്ക് കുട്ടികൾ നന്നായിട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ്. പല രീതിയിലും റിസ്ക് എടുക്കാം. ഒരു ഹെൽപ്പും ഇല്ലാതെ ഞാൻ പരീക്ഷ എഴുതും എന്ന റിസ്ക് ആവാം, അല്ലെങ്കിൽ ഏത് സമയത്തായാലും ഞാൻ ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യും എന്ന റിസ്ക് ആവാം. അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായ കുട്ടികൾ എന്ന് പറയുന്ന ആ സ്വഭാവം ഈ ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്ന ആ സ്വഭാവത്തെ മീഡിയേറ്റ് ചെയ്യും. ഓക്കെ, റിസ്ക് എടുക്കാൻ എന്ന് വെച്ചാൽ ഫാക്കൽറ്റിയുടെ സഹായം ഇല്ലാതെ ഞാൻ പഠിച്ചോളാം എന്നുള്ള റിസ്ക്കാണ് എടുക്കണമെങ്കിൽ ആ കുട്ടി ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യാൻ പോവില്ല. ഇവിടെ നമ്മൾ എത്ര കൺവീനിയൻ്റ് ഓഫീസ് അവേഴ്സ് കൊടുത്താലും അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്ന കുട്ടി ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യാൻ പോവില്ല. അപ്പോൾ ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യാൻ പോകാൻ നമ്മൾ കൺവീനിയൻ്റ് അവേഴ്സ് കൊടുത്തിട്ട് ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോകുമോ ഇല്ലയോ എന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ കുട്ടിയുടെ ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അതിനെ കയറി ഓവർകം ചെയ്ത് അതിനകം മാറ്റിക്കളയും. ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലാണ് റിസ്ക് വരിക. ചിലപ്പോൾ ഒന്നെങ്കിൽ ഫാക്കൽറ്റിയുടെ സഹായം ഇല്ലാതെ ഞാൻ പഠിച്ചോളാം എന്ന് പറയുന്ന റിസ്ക് എടുക്കുന്ന കുട്ടി ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യാൻ പോയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കൺവീനിയൻ്റ് ഓഫീസ് അവറിലല്ല ഞാൻ ഏത് സമയത്തും ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയും ഈ പറയുന്ന ഈ ഒരു സ്റ്റഡിയുടെ എന്താ പറയുക ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യും, ഡാറ്റയെ ആകെ തെറ്റിക്കും. കാരണം ആ കുട്ടി ഈ കൺവീനിയൻ്റ് ഓഫീസ് അവേഴ്സിലല്ല ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യാൻ പോവുക. ആ കുട്ടി റിസ്ക് എടുക്കാൻ പറ്റുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എപ്പോഴാണോ ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യാൻ പോകുക അപ്പോൾ പോയിട്ട് മീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കൺവീനിയൻ്റ് ഓഫീസ് അവേഴ്സിലാണോ കൊടുത്തത് കൊണ്ടാണോ കുട്ടികൾ ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യുന്നത് എന്ന സ്റ്റഡിയെ തെറ്റിക്കുന്നു ഈ കുട്ടിയുടെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. അങ്ങനെ ഈ കുട്ടിയുടെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഇവിടെ ഒരു ഇൻ്റർവീനിങ് വേരിയബിളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ റിസൾട്ടിനെ മീഡിയേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിളായിട്ട് മാറുന്നു. ദെൻ കൺഫൗണ്ടിങ് വേരിയബിൾ, CONFOUNDING, കൺഫൗണ്ടിങ് വേരിയബിൾ, സംടൈംസ് കോൾഡ് സ്പ്യൂരിയസ് വേരിയബിൾ. മറ്റൊരു പേരും കൂടി തന്നെ പറയുന്നുണ്ട്, സ്പ്യൂരിയസ് വേരിയബിൾ. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ദീസ് ആർ ആട്രിബ്യൂട്ട്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ദ റിസർച്ചർ കനോട്ട് ഡയറക്റ്റ്ലി മെഷർ. നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു വേരിയബിളാണ് കൺഫൗണ്ടിങ് വേരിയബിൾ. ദെയർ ഇഫക്റ്റ് കനോട്ട് ഈസിലി സെപ്പറേറ്റഡ് ഫ്രം ദോസ് ഓഫ് അതർ വേരിയബിൾസ്. മറ്റ് വേരിയബിൾസ് ഉണ്ടാക്കുന്ന ഇഫക്റ്റിൽ നിന്ന് ഈ വേരിയബിളിൻ്റെ ഇഫക്റ്റിനെ മാറ്റാൻ കഴിയില്ല. ഇൻഡിപെൻഡൻറ്റ് ഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഇത് സംഹൗ അത് ഇഫക്റ്റ് ചെയ്യും. കൺഫൗണ്ടിങ് വേരിയബിൾ ഇഫക്റ്റ് ചെയ്യും. നമുക്കത് മെഷർ ചെയ്തിട്ട് നള്ളിഫൈ ചെയ്തെടുക്കാൻ കഴിയില്ല. ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് വേരിയബിളിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ദിവസം പഠിക്കുന്നത്. യു ലേൺ ഫർദർ റിഗാർഡിങ് ദിസ്. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു നമുക്ക് ടൈപ്പ് ഓഫ് ഡാറ്റയിൽ നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ റേഷ്യോ എന്ന് പറയുന്നതിനെ നമുക്ക് വേരിയബിൾ എന്ന പേരിലും കൂടി നമുക്ക് കാണാം. അപ്പോൾ ആ പേരുകൾ കൂടി പഠിക്കുക. ദെൻ പ്രധാനമായിട്ടുള്ള രണ്ട് കാറ്റഗറി ഡിപെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അതിനെ തിരിച്ചറിയാൻ പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.